The meeting called to order. The meeting in connection with the 7 a.m. Coffee Talk online program is hereby called to order. Good morning to all. In 24th May 2026, World Schizophrenia Day. കോഫി ടോക്കിൽ 893 ദിവസം. ഇവിടെ നമ്മൾ 893 ദിവസവും ഒട്ടും മടുപ്പില്ലാണ്ട് ലേശം കൗതുകത്തോടു കൂടിയാണ് കോഫി ടോക്കിൽ അപ്ഡേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓരോ ദിവസവും നമ്മൾക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 893 ദിവസം സ്വാഗതം മലേഷ്യയിൽ നിന്നും ഡൈനാമിക് ഇൻസ്പിറേഷൻ പേഴ്സണാലിറ്റി ഉസ്മാൻ സർ. താങ്ക് യു ചെയർമാൻ. 891 ദിവസവും അതുപോലെ തന്നെ ചെയർമാന്റെ ഫസ്റ്റ് ഡേയുമായ ഇന്ന് തന്നെ വെൽക്കം പറയാൻ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇന്നത്തെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് പരിചയമുള്ള ആളാണ്. കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാറ്. 891 ദിവസമായ ഇന്നത്തെ കോഫി ടോക്കിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന പ്രിയപ്പെട്ട അംബ്ലി മാമിനെ ഞാൻ ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പീക്ക് വിത്ത് കോൺഫിഡന്റ് ടോപ്പിക് പാർട്ട് 4 ആ സെഷനുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ശ്രീജിത് സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രസിഡന്റുമാരായ നിതിൻ സാർ, ചിനി മാം, അവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മളുടെ 4 പില്ലേഴ്സായ കോഫി ടോക്കിന്റെ 4 പില്ലേഴ്സ്, അവരാണ് ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നത്. ഹിഷാം സാർ, ശ്രീജിത് സാർ, രേഖ മാം, മുജീബ് സാർ, അവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് ആയ എൻ്റെ ചങ്കുകൾ, അവരെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു ചെയർ. താങ്ക് യു ചെയർ. വാവ്, വണ്ടർഫുൾ. രാവിലത്തെ റെസ്റ്റോറന്റിലെ തിരക്കിനിടയിലും നന്ദി പറയാൻ തയ്യാറായതിന് താങ്ക് യു ഉസ്മാൻജി. ഇന്നത്തെ ടോപ്പിക് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ഒരു സീരീസ് ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാൻ അദ്ദേഹത്തിന്റെ അറിവും പരിചയവും ഈ ഫ്ലോറിൽ തന്നതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കൺഗ്രാറ്റ്സ്. എന്റെ ഇന്നത്തെ ചെയർമാൻഷിപ്പ് തന്നെ അറിവിന്റെ പ്രതിഫലനം തന്നെയാണ്, അതായത് അതിന്റെ റിസൾട്ട് തന്നെയാണ്. എക്സലറേറ്റഡ് ശ്രീ സർ, ഓവർ ടു ഫ്ലോർ. ഓക്കെ, താങ്ക് യു ചെയർമാൻ, താങ്ക് യു സോ മച്ച്. ഞാൻ ചിരിച്ചത് മറ്റൊന്നല്ല, നമ്മുടെ ഷിനു സാറുടെ ചിരി മുഖത്തെന്നല്ല, ചിരി അടർത്തിയെടുത്താണ് ഞാൻ ചിരിച്ചത്. ഓക്കെ, താങ്ക് യു. ഇത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഷിനു സാറേ, നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കും, ഫുൾ സെറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ വന്ന് ഈ ഫ്ലോറിൽ വന്ന് ആദ്യം ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ആദ്യം 2-3 ആളുകളൊക്കെ ഉണ്ടാവും, വലിയ സീനൊന്നുമില്ല. പിന്നെ 1-2 ആളുകൾ കയറും, വലിയ കുഴപ്പമില്ല. പിന്നെ ആളുകൾ ഒരു 7-10 ശേഷം ആളുകൾ ഇടിച്ച് കയറാൻ തുടങ്ങാം. ആ ഒരു കയറ്റം കൂടി കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരുവിധം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമുക്ക് എന്തായാലും മൊത്തത്തിൽ എല്ലാവരുടെയും പ്രശ്നമാണ്, മൊത്തത്തിൽ ആകെ കയ്യിൽ നിന്ന് പോയ ഒരു മൊത്തത്തിൽ അവിടേക്ക് എന്തൊക്കെ പ്രശ്നമായിരിക്കും. പിന്നെ അതിലിടയ്ക്ക് എന്താ, നമ്മുടെ ഉസ്മാൻജി വന്നിട്ട് എന്ത് ചെയ്യും, ആ റെക്കോർഡിംഗ് കൊണ്ട് അമർത്തും. അതും കൂടി അമർത്തി കഴിഞ്ഞാൽ മനസ്സിലാവും കംപ്ലീറ്റ് വയറിനുള്ളിൽ നിന്നൊരു കാമ്പൗണ്ട് കാളി വരും. അപ്പൊ പിന്നെ ചില സംഗതിയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്താ വെച്ചാലേ, നമുക്ക് ഈ ഗാലറിയിൽ ഇരുന്ന് കമന്റ് ഒക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ കളിക്കളത്തിറങ്ങി കളിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫീലിംഗ്, യഥാർത്ഥ ഫീലിംഗ് വരുന്നത്. അതിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു അംബ്ലി മാം. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, അംബ്ലി മാഡത്തിന്റെ വളരെ ചടുലമായ വാക്കുകളാണ് അല്ലെ, വളരെ സ്പഷ്ടമായ വളരെ ചടുലമായ വാക്കുകൾ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ ആഹ് 890 തീരുമാനിച്ചു മുന്നോട്ട് വന്നു. അതിനുശേഷം ഉണ്ടായ ഒരു ഫീലിംഗ് ഒന്ന് പറഞ്ഞേ. ഇതെങ്ങനെ ഞാനിത് ചെയ്യും എന്ന് തന്നെയാണ് ആദ്യത്തേത്. എന്താ പറയുക, ആദ്യം ഈ പറഞ്ഞ പോലെ 3-4 പേരെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ആള് കൂടുതൽ വരുന്നതോറും ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൂടി ഇരിക്കും. ഇന്ന് സൺഡേ വെക്കാൻ കാരണം എന്താ വെച്ചാൽ, സൺഡേന്റെ സൗകര്യം ഒരുവിധം എല്ലാവരും കിടന്നുറങ്ങുന്ന ദിവസമായിരിക്കും.
മറ്റൊന്ന് എല്ലാവരും ടൂറുകളും കല്യാണങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ സൺഡേ പൊതുവെ നമുക്ക് ആള് പറയും. അപ്പോ സൺഡേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർമാൻഷിപ്പ് ചെയ്യുമ്പോൾ വലിയ പ്രോബ്ലം വരില്ല. അതുകൊണ്ട് തന്നെയാണ് സൺഡേക്ക് ആക്കിയത്. ഓക്കെ, ഏതായാലും താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അമ്പിളി മാം ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്? എത്ര മണിക്കാ ഉറങ്ങിയിട്ടുണ്ടാവുക? ഉറങ്ങിയിട്ടില്ല. രാധാകൃഷ്ണൻ സാറേ, ഇതൊക്കെയാണ് അവസ്ഥ. അതായത് ഫ്ലയറിൽ നമ്മളെ ഫോട്ടോ വന്നു, പിന്നെ നമുക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റും, ഞാൻ ഏറ്റെടുക്കാം, ഞാൻ ഫുൾ സെറ്റാണ്, എനിക്കൊരു വിഷയമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ ഫ്ലയറിൽ ഫോട്ടോ വന്ന് ആ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാവട്ടെ, കാരണം നാട്ടുകാർ മൊത്തം കാണാൻ പോലെ നമ്മൾ ആണ് ഫേമസ് ആവും. കുറച്ച് മിനിറ്റ് ആലോചിക്കും, വേണ്ടായിരുന്നു. ആ അപ്പത്തെ ഒരു ആവേശം കൊണ്ട്, അപ്പത്തെ ഒരു ആവേശത്തിനാണ് ഫോട്ടോ കൊടുത്തു. മറ്റുള്ള പോസ്റ്ററൊക്കെ ഒരുപാട് റെഡിയാക്കി മറ്റുള്ള പോസ്റ്ററൊക്കെ ഒരുപാട് റെഡിയാക്കി ഉസ്താദിനെ കണ്ടേക്ക് തന്നെ പള്ളിക്കൂടി തീയാണെന്ന് പറഞ്ഞു. പോസ്റ്ററൊക്കെ ആ റെഡിയാക്കി. അതെ അതെ അതെ, ഫോട്ടോ കൊടുത്തു, ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട്, ഫോട്ടോ കംപ്ലീറ്റ് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഒക്കെ കംപ്ലീറ്റ് അവസാനം ഫോട്ടോ ഇട്ട് തകർത്തു. അപ്പൊ ഒരു തമ്പ് കിട്ടുന്ന ഒരു ആവേശം ഉണ്ട്. അതുകൊണ്ട് കയറുമ്പോൾ സെറ്റാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാലാണ് ഷിനു സാറെ വിചാരിക്കുക, വേണ്ടായിരുന്നോ, ഇതിലും നല്ലത് തമ്പും അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത്ര വലിയ ടാസ്ക് എടുക്കണ്ടായിരുന്നല്ല. ഓക്കെ, ഇത്തരത്തിൽ നിരന്തരമായ ടാസ്കുകൾ എടുത്തു വേണം നമ്മൾ, എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കഴിയുന്ന എല്ലാവരും ഒരു ക്യാമറ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമായിരിക്കും. ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിയുന്ന എല്ലാവരും ക്യാമറ ഒന്ന് ഓൺ ആക്കി വെക്കണേ. അപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ട് ഒരു ഭാഗത്ത് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിരിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ എനിക്ക് ഓപ്പോസിറ്റുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ മാത്രമേ എനിക്ക് അവരെ വിളിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു വിൻസെന്റ് സാർ, താങ്ക് യു ജെലിൽ സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ല എങ്കിൽ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പി ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് കൈവച്ച് കാണിക്കുക. Yes, എല്ലാവരും yes, ഹാപ്പിയാണ്. yes. Yeah. ഓക്കെ 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 ഓക്കെ, റൈറ്റ്. ഓക്കെ, എന്താണ് അവിടെ പൂത്തിരി കത്തിക്കുന്നു, പൊട്ടിക്കുന്നു, ആകെ ഫ്ലോർ ഉണ്ട് തകർക്കുക ചെയ്യുന്നു തമ്പുകളിട്ട്. ശ്രീജമ്മയൊക്കെ ഡബിൾ ഹാപ്പിയാണ്. സ്മിത മാം ഫ്ലോറിൽ വരാൻ സമയമായിട്ടില്ല, എന്നാലും അവിടെ ഇരുന്ന് കൈകൊണ്ട് കാലുകൊണ്ടുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്, ഒരുപാട് ഇമോജികൾ കിടുന്നുണ്ട്. വൺസ് അഗൈൻ താങ്ക് യു. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, വിൻസെന്റ് സാറാണ് ആദ്യമായിട്ട് ഹാപ്പി ആണെന്ന് വെച്ചാൽ കൈകൊണ്ട് ഹായ് കാണിച്ചത്. വിൻസെന്റ് സാറേ, ഹാപ്പിനെസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞേ. അത് എന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സാറേ, എന്റെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്, സാഹചര്യങ്ങളല്ല. എന്റെ മനസ്സ് ഞാൻ തീരുമാനിക്കുന്നു ഹാപ്പി ആണോ വേണ്ടേ എന്നുള്ളത്. ഇറ്റ് ഈസ് മൈ ഡിസിഷൻ. വെരി ഗുഡ്. അതായത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ് ഹാപ്പിനെസ് ആവാൻ കാരണം എന്നല്ലേ. രണ്ടാമത് ഉടനെ കൈ പൊക്കി കാണിച്ച ബേബി സാറായിരുന്നു. ബേബി സാറേ ചോദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലേ? കൈ പൊക്കി കാണിക്കാൻ പറഞ്ഞ കൈ പൊക്കി കാണിച്ചു. ചോദ്യം വരെ പ്രതീക്ഷിച്ചില്ല. ഇന്ന് സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞാല്, ഇന്ന് നന്ദി പറയാന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഇന്നലെ. അപ്പൊ അതിൽ എന്നെ വിളിച്ചില്ല, അപ്പൊ ഭയങ്കര സന്തോഷം വന്നു. നന്ദി പറയാനോ? മനസ്സിലായി. ഇന്നലെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സോറി, സ്വാഗതം. ആണോ? കുഴപ്പമില്ല. അപ്പൊ അതങ്ങോട്ട് മാറി. അപ്പൊ ആ സന്തോഷം വന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മളിവിടെ ക്ലാസ് ഉള്ളതുകൊണ്ട് പള്ളിയിലൊന്നും പോകണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. അപ്പൊ അതും സന്തോഷമായി. മൊത്തത്തിൽ സന്തോഷമാണ്. മൊത്തത്തിൽ സന്തോഷമാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വീട്ടിലുള്ളവരൊക്കെ പള്ളിയിൽ പോവുകയും ചെയ്തു. അപ്പം സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. സന്തോഷമായി. സന്തോഷം മാത്രമല്ല, സമാധാനം ഉണ്ട്. രണ്ടും ഉണ്ടല്ലേ? രണ്ടും ഉണ്ടായിട്ടുണ്ട്. സാറെ, ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഇന്ന് കൂടുതൽ സന്തോഷം വരാൻ കാരണം ശ്രീജിത്ത് സാറിന്റെ സാന്നിധ്യം തന്നെ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു. അതെനിക്ക് ഇഷ്ടമായി. നിശ്ചയമായും. ഓക്കെ, താങ്ക് യു. ഏതായാലും നിങ്ങൾ രണ്ടുപേരുടെയും ആ സന്തോഷം സമാധാനം കേട്ടപ്പോ അല്ലെ നാഗേഷ് ഏട്ടാ, നമുക്കൊരു സന്തോഷം അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ? ഓ ഷുവർ. ലവ് ഈസ് വെർബ് എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിന്നെ ഷീന സിനോജ് എന്ന് പറഞ്ഞ മാഡം നമുക്ക് എടുത്തപ്പം പറഞ്ഞ ഒരു വാക്കുണ്ട്, നോട്ട് എ നൗൺ. ലവ് ഈസ് വെർബ്, നോട്ട് എ നൗൺ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഈ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഫോറിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലൂടെ അത് എന്താണ് വെർബാണെന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവൃത്തിയിലേക്ക് വന്നു. ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. റൈറ്റ്. ഓക്കെ, അപ്പൊ ഏതായാലും ജസ്മി, കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണക്ട് ചെയ്ത ഇത് 4ാമത്തെ പാർട്ടാണ്. ഇത് നമ്മൾ സീരിയസ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ 4ാമത്തെ പാർട്ട്
വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കണം, അതിന്റെ മുന്നേ സംബന്ധിച്ച് കുറച്ച് പേരൊക്കെ എങ്ങനെയാലും പുതുതായിട്ട് വരും. അപ്പൊ ഒരു സ്ക്രീൻ ഷെയറിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ക്രീൻ ഷെയറിംഗിൽ വന്നിട്ടുള്ള ഇപ്പൊ വന്ന നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ ഷെയറിംഗ് ഉണ്ട്. ഈ സ്ക്രീൻ ഷെയറിംഗിൽ ബിഗിനിങ്ങിൽ മുതൽ നമുക്ക് നോക്കാം. ഇപ്പൊ സ്ക്രീൻ ഷെയറിംഗ് വന്നു കാണും. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ എടുത്തതാണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഫേസ് ടു ഫിയർ അത് നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു വീഡിയോ കോൺഫിഡൻസ് ഉയർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് ആവശ്യമുള്ള 3 കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം, വളരെ വേഗത്തിലായിരിക്കും നമ്മളെ കാര്യങ്ങൾ. ബിൽഗേറ്റിന്റെ കോട്ട് പറഞ്ഞു, നമ്മുടെ സൂര്യയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തു. പിന്നെ 3 കാര്യങ്ങൾ നമ്മൾ സംസാരത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു അവസ്ഥ കാണിച്ചു. പിന്നീട് അതിന്റെ ഇപ്പൊ വീഡിയോ ഒന്നും വേണ്ട, നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്ത കാര്യമാണ്. പിന്നെ അവസാനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് നമ്മൾ ഷാദുരിയുടെ മനോഹരമായ ഒരു ഓട്ടത്തിലാണ് നമ്മൾ നിർത്തിയത് അല്ലേ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് നിർത്തി വെച്ചുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് നമ്മൾ ഈ സെഷനിൽ പോകുന്നതിനെക്കാട്ടും തൊട്ട് മുന്നേ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്ത് ലാസ്റ്റ് വന്ന വീഡിയോ ഇതായിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് ഒരാള് ഒരു കാര്യം സംഗതി പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ ബേബി സാറേ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നജില മാം പ്രാഞ്ചിയായിട്ടല്ല അത് മമ്മൂട്ടി കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. മമ്മൂട്ടി കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഒരു ഫിയർ ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഈ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്ത് നിർത്തിയത്. ജസ്റ്റ് ആ വീഡിയോ പൂരങ്ങളുടെ മാറ്റുവൻ ചട്ടുകങ്ങളെ ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും. പറ്റുവെച്ചാ എനിക്ക് വോട്ട് ചെയ്യാം. വേറെ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മളെല്ലാരും കണ്ടത് റാഞ്ചിയേട്ടനില് മമ്മൂട്ടി വളരെ മനോഹരമായിട്ട് ഒരു സ്പീച്ച് കാണാപ്പാടം പഠിച്ചു. ഇന്നസെന്റ് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് സ്റ്റേജിൽ ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ഞാൻ അമ്പിളി മാഡത്തിനോട് ചോദിച്ചത് എത്ര സമയം ഉറങ്ങി, ഇന്നലെ മുതൽ ഫീലിങ്സ് എന്തായിരുന്നു എന്നുള്ളത്. അതായത് ഫ്ലോറിൽ കയറുന്ന വരെ നമ്മളതിൽ രമ്യമേം കംപ്ലീറ്റ് ഞാൻ അവിടെ കയറി പൊളിക്കും, ഞാൻ അങ്ങനെ വെക്കും, കംപ്ലീറ്റ് സെറ്റാണ്. പക്ഷെ ഫ്ലോറും ആളും വാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കയ്യുന്നുണ്ട് പോകും. അതാണ് നമ്മുടെ എല്ലാവരും പ്രശ്നം. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതുള്ളൂ, ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഞാൻ കൃത്യമായിട്ട് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പാർട്ട് 4 ആണ്. അപ്പൊ ഇതൊരു സീരീസ് ആയിരിക്കും. എല്ലാ വീക്കിലും ഒരു സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്കായിരിക്കും കുറച്ച് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകും. കഴിയുന്ന വീഡിയോ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളൊരു കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ജസ്മി ആയിരിക്കും അതെന്താ ഇന്ന് പ്രത്യേകിച്ച് കഥയ്ക്കുള്ള പ്രത്യേകത ഉണ്ടോ? തീർച്ചയായിട്ടും അത് ശ്രീജേഷ് സാറേ ഒരു പ്രത്യേകത ഉണ്ട്. ശ്രീജേഷ് സാറെ ക്യാമറ ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോ എന്താ വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും തല ഇങ്ങനെ, അപ്പൊ എന്നെല്ലാം നോക്കുന്നത് ശ്രീജേഷ് സാറെ ക്യാമറ തിരിച്ചായിരിക്കും, എല്ലാവരും അതിലോട്ടാണ് നോക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്.
അപ്പോൾ ഒന്ന് ക്യാമറ തിരിച്ച് വേറെ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ ആയിരിക്കും. ഇനി നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്യാമറ കറക്റ്റായി വെക്കാൻ പറഞ്ഞത്, ഈ കഥ പറയുന്നത് ഞാനല്ല. അതെങ്ങനെ അങ്ങനെ ഒരു കഥ പറയാം? അങ്ങനെ കഥ പറയാൻ പറ്റുമോ രാധാകൃഷ്ണൻ സാർ എന്നായിരിക്കും ചോദ്യം. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഇന്നത്തെ കഥ ഞാൻ തുടങ്ങി വെക്കും, ഈ കഥ പൂർത്തിയാക്കുന്നത് നമ്മൾ ഓരോരുത്തരായിരിക്കും. തെറ്റല്ലേ? വേറൊന്നുമല്ല, ഞാൻ കഥ തുടങ്ങി വെക്കും, ആ കഥ ഏറ്റവും ക്രിയേറ്റീവായിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിലിടയ്ക്ക് വല്ലാതെ ഒരു സാഡൊന്നും കയറ്റരുത്. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഹാപ്പിനെസ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു വാചകങ്ങളായിരിക്കണം ഇതിലുള്ള ആളുകൾ ഉൾക്കൊള്ളേണ്ടത്. തെറ്റാണല്ലോ? അപ്പൊ ആ രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. റൈറ്റ്. ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഗൾഫിലായിരുന്നു. 4 വ്യക്തികളായിരുന്ന കുടുംബത്തിൽ ഉണ്ടായിരുന്നു. 4 വ്യക്തികൾ, 3 പെണ്ണും ഒരൊറ്റ ആണേ ഉള്ളൂ. നജിലമേ, ക്ലിയർ ആണല്ലോ? 3 ലേഡീസും ഒറ്റ 4 പേരായിരുന്ന കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. 3 പേരുടെയും മൂത്ത ആളാണ് നമ്മുടെ കഥാനായകൻ. ഈ കഥാനായകന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയുക? നാഗേഷ് ഏട്ടാ ഒരു കല്യാണം കഴിക്കണം. നമ്മളൊക്കെ പോലെ തന്നെ ഒരു കല്യാണം എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ആഗ്രഹം. പക്ഷെ എന്താണ്, 3 പെങ്ങന്മാരൊക്കെ കെട്ടിച്ച് വിട്ടപ്പോ ശ്രീജീവ് സാറേ ഒരുപാട് ടൈം ലാഗ് അടിച്ചു. സാമ്പത്തികമായിട്ട് കുറെ പ്രശ്നം വന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഏജ് ഓവറായി. അങ്ങനെ ഏകദേശം 32 വയസ്സ് പ്രായമായി. ആ ചെറുപ്പക്കാരന്റെ പേരാണ് ശശി എന്നുള്ളത്. 32 വയസ്സായി. അദ്ദേഹം എന്ത് ചെയ്തു? ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ശരാശരി ഒരു കുടുംബം, പ്രവാസിയാണ്. അങ്ങനെ പ്രവാസി ലോകം കഴിഞ്ഞ് അദ്ദേഹം 2026 മെയ് മാസത്തിലെ ഒരു ചാറ്റൽ മഴയുള്ള ഒരു ദിവസം എന്ത് ചെയ്തു? തിരിച്ച് നാട്ടിലേക്ക് എത്തി. 2026 മെയ് മാസത്തിലെ 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണിക്ക് എന്ത് ചെയ്തു? അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തി. നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അന്ന് തന്നെ പെണ്ണ് കാണാൻ പോകും. പേരാണല്ലോ, അന്ന് തന്നെ പെണ്ണ് കാണാൻ പോവാണ്. ഇത് ക്രിയേറ്റീവ് ആണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. കഥ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പോസിറ്റീവായിട്ട് മാത്രമായിരിക്കണം. ഒരുപാട് പെണ്ണ് കണ്ടിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് 893-ാമത്തെ പെണ്ണുകളിലതാ തോന്നുന്നത്. ആലോചിച്ച് നോക്കണം. അത് ഡയറക്റ്റ് മാത്രം കണ്ടല്ല, നാട്ടുകാരന്വേഷിച്ചു, വീട്ടുകാരന്വേഷിച്ചു, ബന്ധുക്കാരന്വേഷിച്ചു. അങ്ങനെ 892 പെണ്ണ് കാണൽ കഴിഞ്ഞു. ഇന്നത്തെ 893-ാമത്തെ പെണ്ണ് കാണലാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഒരൊറ്റ ക്രൈറ്റീരിയ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. കിട്ടുന്ന ആള് ആ കഥ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകും, അടുത്ത ആൾ കൊടുക്കും. ഉദാഹരണം, ഷിനു സാറാണ് ഇപ്പോൾ കഥ പറഞ്ഞത്. ഷിനു സാറ് തീരുമാനിക്കുക ഈ ഫ്ലോറിൽ ഞാൻ അടുത്ത ആർക്ക് കൊടുക്കണമെന്നുള്ളത്. അദ്ദേഹം 2 വാക്ക് കൂട്ടിച്ചേർക്കും. അങ്ങനെ ഈ കഥ ഒരു ഫ്ലോയിൽ പോകും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഞായറാഴ്ച കയറിയിരുന്നില്ല. ഒരു ഭാഗത്ത് മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു. ആ മൂടി പൊതിച്ച് പുതപ്പൊക്കെ മാറ്റി ഓൾറെഡി ഇപ്പോൾ ഉസ്മാൻ സാർ റെക്കോർഡിംഗ് ഉണ്ട്. ഫ്ലോറിൽ കയറി കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇറങ്ങാനും പറ്റില്ല. കംപ്ലീറ്റ് ആളുകൾ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കും. ഇനി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അത് മോശമാവും. എന്നാലും വേണ്ടില്ല, ശ്രീജാമ 2 കാര്യം കൽപ്പിച്ച് ക്യാമറ തിരിച്ചു വെച്ച് മനോഹരമായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്ത് ചെയ്തു? രാവിലെ വന്നു. കരിപ്പൂര് കിടന്നോട്ടെ. കരിപ്പൂര് ഒരുപാട് പേര് ഇപ്പോ നമ്മുടെ വടക്കൻ ജില്ലകളുണ്ട്. അങ്ങനെ കരിപ്പൂർ ലാൻഡ് ചെയ്തു. അവിടുന്ന് വീട്ടിലോട്ട് എത്തി. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഒരുപാട് പെട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നു. അമ്മയും അച്ഛനില്ല, അമ്മയും 3 സഹോദരികളും ഒക്കെ നേരത്തെ എത്തി. അളിയന്മാരും മക്കളും ആകെ ഒരു ബഹളാണ്. ശശിക്ക്, ഈ വ്യക്തിയുടെ പേര് ശശി എന്നാണ്. ഇന്ന് പെണ്ണ് കാണാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ആദ്യം കൊടുക്കുന്ന ആള് ഞാൻ ആദ്യം ഈ കഥയുടെ കൊടുക്കുന്നത് നമ്മുടെ ഇന്ന് ആദ്യത്തെ ഒരു റെസ്പോണ്ട് എനിക്ക് തന്ന പോസിറ്റീവ് റെസ്പോണ്ട് തന്ന വിൻസെന്റ് സാർക്കാണ്. വിൻസെന്റ് സാറേ, സ്റ്റാർട്ട് ചെയ്തോളൂ. പെണ്ണ് കാണാൻ പോവാണ്. ഇതാണ് അങ്ങനെ ശശി ആ പെണ്ണിന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആ പെണ്ണിന്റെ മുഖം കണ്ടപ്പോൾ ശശിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കാര്യം എന്താ? ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പോലെ പണ്ടുണ്ടായിരുന്ന എന്റെ സങ്കല്പത്തിലുള്ള അതേ പെൺകുട്ടിയെ കാണുന്നു. മനസ്സിൽ ഏറെ സന്തോഷം, തിരമാല പോലെ സന്തോഷം ഉയർന്നു. സംസാരിക്കാതെ അദ്ദേഹം അത്ഭുതനായി നിന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ സമയത്ത് ഇത് ആരെ ഏൽപ്പിക്കുന്നു? ഇതിന്റെ തുടർച്ചയായിട്ട് സാറേ ആരെ ഏൽപ്പിക്കേണ്ട? സാറേ മനോജ് സാറേ, ഈ സമയത്ത് ശശി അത്ഭുത സ്വപ്നം നിൽക്കുകയാണ്. ഈ സമയത്ത് സാറിലേക്ക് ഞാൻ ഇത് മൈക്ക് കൈമാറുന്നു. മനോജ് സാർ.
മനോജ് സാറ് മ്യൂട്ടാണ്. മ്യൂട്ടാണ്. മനോജ് സാർ ആവേശം കൊണ്ട് മ്യൂട്ടാണ്. മ്യൂട്ടാണ്. കുറച്ചുകൂടെ മറന്നുപോയി. ശശിക്ക് ഓക്കെ ചെവി ഓക്കെ. കേൾക്കൂല. അങ്ങനെ ശശി ഈ പെണ്ണിനെ കണ്ടപ്പോ ശശിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. ശശി അവരുടെ ആങ്ങളോടും മാതാപിതാക്കളോടും പറഞ്ഞു, എനിക്ക് പെണ്ണുമായിട്ട് കുറച്ചു നേരം സംസാരിക്കണം, എന്റെ സന്തോഷം എനിക്ക് കുറച്ചു നേരമെങ്കിലും അവരുമായി പങ്കിടണം എന്ന് പറഞ്ഞു. അവരൊരു മുറിയിലേക്ക് കടന്നു പോവുകയാണ് രണ്ടുപേരും കൂടെ. 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവർ പുറത്തു വരാതായപ്പോൾ ആ ശശിയുടെ ഒരു പെങ്ങൾ വന്ന് വാതിൽ മുട്ടി. ഇവര് വാതിൽ തുറന്നു. എന്താണ്, ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇനി കല്യാണം ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു ജാള്യത ഈ ശശിക്ക് വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ശശി പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. ഇനി ഞാനിത് ആർക്കാ കൈമാറാൻ നോക്കട്ടെ. നജില മാമിന് കൈമാറട്ടെ. നജില മാം കഥ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ നജില മാം ഫാസ്റ്റ്. എനിക്ക് സംശയം ഈ നജില മാഡത്തിനാണ് പെണ്ണ് കാണാൻ വന്നതാ. മ്യൂട്ട് ഓൺ ആക്കും. ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ടേ എന്നെയാണ് പെണ്ണ് കാണാൻ വന്നുള്ള എക്സ്പ്രഷൻ മുഖത്ത് നിന്നുള്ളത്. എന്നെ അല്ല പെണ്ണ് കാണാൻ വന്നത്, വേറെ ആളാ. കണ്ടിന്യൂ. അങ്ങനെ പെങ്ങന്മാരെല്ലാരും കൂടെ ആങ്ങളെ വിളിച്ചോണ്ട് പോയി. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പെങ്ങന്മാര് ആങ്ങളെ വിളിച്ചോണ്ട് പോവുകയാണ്. അങ്ങനെ പിന്നെ ഇവര് ഫോൺ വിളിയൊക്കെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ ദിവസവും ഈ ശശിക്ക് ഒരു നിമിഷം പോലും ഈ പെൺകുട്ടിയെ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ എല്ലാ ദിവസവും ഇവർ ഫോൺ വിളിയായി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഈ പെങ്ങന്മാർക്കൊക്കെ ഒരു അസൂയ തോന്നാൻ തുടങ്ങി. തന്റെ ആങ്ങളൊക്കെ ഇങ്ങനെയും ഒരു മുഖം ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഞാനിത് ആർക്കാ ഇത് കൊടുക്കേണ്ട ഇനി അടുത്തത്? നമ്മുടെ ഉസ്മാൻ സാറിന് കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെ ശശി എന്താ ചെയ്തത്? പെങ്ങന്മാർക്ക് അസൂയ അയക്കുന്നത് ശശി നേരെ ഇവൾക്ക് ഈ പെങ്ങന്മാരെ നമ്പറിലേക്കാണ് ശശി അവളെ വീട്ടിലേക്കാണ് ഇങ്ങനെ ഫോൺ വിളിച്ചിരുന്നത്. അവരെ ജ്യേഷ്ഠന്മാരെ മറ്റുള്ള കൂടപ്പുറപ്പുകൾക്കാണ് ഫോൺ വിളിച്ചിരുന്നത്. അങ്ങനെ ശശി സ്നേഹത്തോടു കൂടി അവൾക്കൊരു ഫോൺ വാങ്ങിക്കൊടുത്തു. ഈ ഫോൺ വാങ്ങിക്കൊടുത്തപ്പോഴേക്കും പെങ്ങന്മാർക്ക് കൂടുതൽ അസൂയും കുറ്റും കുശുമ്പൊക്കെ പാടെ കൂടി വന്നു. അതായത് വീട്ടിൽ തന്നെ ഒരുവിധം അല്ലല്ലാതെ ഇങ്ങനെ പോണ ഒരു സംഭവത്തിലാണ് ശശി ഫോണും കൂടി വാങ്ങിക്കൊടുത്തപ്പോഴേക്കും അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അവിടെ തന്നെ അവരെ അമ്മായിമ്പോ പോരും നാത്തുമ്പോരൊക്കെ ഇങ്ങനെ തുടങ്ങണീന്റെ ഇടയിലാണ് എന്ത് ചെയ്തത്? ഈ ഫോൺ കിട്ടിയപ്പോഴേക്കും ഈ ശശിയുടെ പെണ്ണിന് വേറൊരു കോള് വരുന്നത് യാദൃശ്ചികമായി. ഓവർ ടു നാഗേഷ് ഏട്ടാ. തീർച്ചയായിട്ടും സ്വാഭാവികം. തീർച്ചയായിട്ടും വല്ലാത്തൊരു പൊസിഷനിലേക്കാണ് എത്തിയിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് കണ്ടിന്യൂ ചെയ്യാനാണ്. പക്ഷെ ഇപ്പോൾ ഈ ഫോൺ കോളിന്റെ റിയാക്ഷൻ എന്താന്ന് എങ്ങനെയാ പറയുന്നത്? അങ്ങനെ അവർക്കൊരു ഫോൺ കോൾ അപ്രതീക്ഷിതമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ പെണ്ണിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ പെണ്ണിന് എന്താ പറയണമെന്ന് അറിയുന്നില്ല. താന് മറ്റൊരാൾക്ക് എൻ്റെ മനസ്സൊക്കെ കൊടുത്തതാണ്. ശശിനെ പെണ്ണും ഇഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ വീട്ടുകാരൊക്കെ ആലോചിച്ച് കല്യാണത്തിന് ഒരുക്കിയത്, റെഡിയൊക്കെ ചെയ്തത്. അപ്പൊ ഈ അപ്രതീക്ഷിതമായ ഫോൺ കോൾ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാതെ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് താനും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ടൊരു സുഖജീവിതം നടത്തണം. അപ്പോൾ ഈ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വേറെ തന്നെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ശശിയോട് കാര്യം പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ മുമ്പേ ഇങ്ങനെ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഇപ്പൊ ഫോൺ കോൾ ചെയ്തിട്ട് തന്നെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കല്യാണം നടത്താം, ഞങ്ങളെ കല്യാണം നടത്തിയിട്ട് ഞങ്ങൾക്ക് നല്ലതൊരു സുഖജീവിതം കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതിനെ നെക്സ്റ്റ് ആർക്കാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്? ഷീജ മാഡം കണ്ടിന്യൂ ചെയ്തോളൂ. ഫോൺ കോൾ വന്ന ആളുടെ പേര് കൃഷ്ണൻ എന്നാണ്. അപ്പൊ അവൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ നിന്റെ കൂടെ +2 ആ സമയത്ത് ഒന്നിച്ച് പഠിച്ചതാണ്. അന്നേരം തന്നെ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്.
ഇപ്പൊ ഞാൻ അമേരിക്കയില് എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എനിക്കിവിടെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. നീ ശശിനെ കല്യാണം കഴിക്കുന്നതിനേക്കാളും എന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അമേരിക്കയിലെ മൾട്ടി മില്യനർ ആണ്. അപ്പൊ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം. നീ ശശിനെ ഒഴിവാക്കിയിട്ട് എന്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു കൃഷ്ണൻ. അപ്പൊ അതിനുശേഷം ഇവര് ശശിക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ ശശി കല്യാണ സാരി വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോ ഈ കുട്ടീനെയും കൂടി വിളിച്ചു, ഒന്നിച്ചു പോയിട്ട് സാരി എടുക്കാന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് പെങ്ങന്മാർക്കും സാരി എടുക്കാൻ വേണ്ടിയിട്ട് പെങ്ങന്മാരെയും കൂടി വിളിച്ചു. അങ്ങനെ അവര് കല്യാൺ സിൽക്സിൽ സാരി എടുക്കാൻ പോയി. ഞാൻ ഇത് ഇനി ഹേമരഞ്ജിനി മാമിന് കൈമാറുന്നു. താങ്ക് യു മാം. എനിക്ക് കിട്ടിയ സൂപ്പർ. എന്തായാലും അവർ സാരി എടുക്കാനൊക്കെ പോയി, എല്ലാവർക്കും സാരിയൊക്കെ എടുത്തു കൊടുത്തു, എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ ആ ഹാപ്പിയിലും ഒരു ന്യൂനതയുണ്ട്. രണ്ടുപേരും ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും ലവ് അഫെയർ ഉണ്ട്. അതിനെ ഒന്ന് ഞാൻ നമ്മുടെ രമ്യ കൃഷ്ണ മാമിനോട്ട് പാസ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. അവര് കല്യാണത്തിന് സാരിയൊക്കെ എടുത്തു. അപ്പോൾ ഈ കൃഷ്ണന്റെ വിളി വീണ്ടും ഇവക്ക് വന്നു. നീ ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവള് ഇപ്പോഴും വന്ന് ശശിയോട് തന്നെയാണ് കൂടുതൽ. അവള് പറഞ്ഞു, എനിക്ക് സ്നേഹത്തിനാണ്, പണത്തിനോ പ്രതാപത്തിനോ ഒന്നും അല്ല എനിക്ക് താല്പര്യം. ശശി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ്, ഞങ്ങൾ തുറന്ന് സംസാരിച്ചതാണ്, ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. അതുകൊണ്ട് ഞാൻ ശശിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് കൃഷ്ണനെ അറിയിച്ചു. അടുത്തത് ആർക്കാണ്? സാർ, എനിക്ക് ഇതിനകത്തെ പേര് കാണത്തില്ല ശരിക്കും. നോക്കിയോട്ടെ. ഷിനുവിന് കൊടുത്തേക്ക്, കല്യാണം തീരുമാനാക്കി തരും. ആർക്കാണ്? ഷിനുവിന്. സാറിന് കൈമാറുന്നു. അപ്പോഴാണ് ഒരു ടെസ്റ്റ് വേറൊന്നുമല്ല, ഈ പെൺകൊച്ചിന്റെ എത്രത്തോളം ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് അറിയാൻ വേണ്ടി ശശി തന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു നാടകമായിരുന്നു ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. ആക്ച്വലി കൃഷ്ണൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, അത് ശശിക്ക് മനസ്സിലായി, ശശി അന്വേഷിച്ചായിരുന്നു. അപ്പം ശശി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു നാടകമായിരുന്നു ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം അത് അവർക്ക് അത്രത്തോളം ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് മനസ്സിലായി. പിന്നെ അവർ കല്യാണത്തിലേക്കൊക്കെ കടന്നു. കല്യാണം കഴിഞ്ഞു അവർ ഊണൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അമ്മ ആരതിയുമായിട്ട് മുന്നേറ്റിൽ വരുന്നു, അവരകത്ത് കയറുന്നു, പാലും പഴവും കൊടുക്കുന്നു. അങ്ങനെ അവര് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് അവരുടെ ആ ഫസ്റ്റ് നൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ശശി ഞാനൊരു പേരിടുകയാണ്, തങ്കമ്മയെ വെയിറ്റ് ചെയ്തുകൊണ്ട് ശശി അവിടെ വെയിറ്റ് ചെയ്യുന്നു. തങ്കമ്മ അങ്ങനെ നാണമായി പാലുമായിട്ട് നേരെ ഫസ്റ്റ് നൈറ്റില് മുറിയിലേക്ക് കിടക്കുന്നു. മുറി കിടന്നു, പാല് മേശപ്പുറത്ത് വെക്കുന്നു. ശശി അങ്ങനെ പോയി ഡോർ ലോക്ക് ചെയ്യുന്നു, അവിടെ കർട്ടൻ വീഴുന്നു. ബാക്കി നമുക്ക് അംബിക മാഡത്തിന് കൊടുക്കാം. ഈശ്വരാ, ഇത് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ട് എന്നെ ആക്കണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ അവര് സംസാരിക്കാനൊക്കെ ഇരുന്നു. അപ്പൊ നേരത്തെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊക്കെ ഒന്ന് സംസാരിക്കാം, നമ്മുടെ ചൈൽഡ്ഹുഡ് അതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പലതും പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെയാണല്ലോ, നന്നായി സംസാരിക്കണം. അപ്പൊ അവനും അവൾക്കൊക്കെ പലതും പറയാനുണ്ട്. അങ്ങനെ അവരുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോളേജ് ഡേയ്സിൽ അവർക്കുണ്ടായിട്ടുള്ള അഫയറിനെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ഓർമ്മകളൊക്കെ റിവൈൻഡ് ചെയ്ത് അവരങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കുകയാണ്. ഇതാരാ മോളെ? ഇത് ശ്രീജിന. ഓക്കെ. എന്റെ പൊന്നോ, കഥയറിയാതെ ആട്ടം കയറിപ്പോയല്ലോ ഞാൻ. ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഒന്നാമത് ഇന്നലെ മിഡ്കോൺ ആയിട്ട് ലേറ്റ് നൈറ്റിലെത്തി. എന്തായാലും ഫസ്റ്റ് നൈറ്റ് ആ വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വിടൂലല്ലോ. പറയട്ടെ,
Am I audible? യെസ് ആ ആൾക്കാരെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ശശി തങ്കമ്മയാണ്. അപ്പം ശശി എന്തായാലും പിന്നെ പോയത് കൊണ്ട് ശശി തങ്കത്തിനോട് ചോദിച്ചു, തങ്കം നീ ആരെയാണ് ആദ്യമായിട്ട് സ്നേഹിച്ചത് എന്ന് ചോദിച്ചു. അപ്പം തങ്കം ശശിനോട് പറഞ്ഞു, ചേട്ടാ ഞാനത് പറഞ്ഞാല് ചേട്ടനത് പിന്നതൊരു വിഷമായി മാറി നമ്മുടെ ജീവിതം തന്നെ ഒരു വെള്ളത്തിലാവുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്ന് ചോദിച്ചു. അപ്പോ ശശി പറഞ്ഞു, ഏയ് ഞാൻ ഭയങ്കര ഫോർവേഡാണ് ആള്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഭാര്യനെ സംശയിക്കുന്ന വ്യക്തികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോ അതുകൊണ്ട് പറഞ്ഞൂന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ തങ്കം പറഞ്ഞു, ചേട്ടാ ഞാൻ ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് ഞാൻ പാല് കൊടുക്കാൻ വീട്ടിൽ പോകുന്ന ഒരു ചേട്ടനെയാണ്. ആ ചേട്ടന്റെ പേര് സുരേഷ് എന്നായിരുന്നു. അപ്പം ചേട്ടന് അവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന ചേട്ടനായിരുന്നു. അപ്പൊ ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് ചേട്ടൻ അവിടെ ചേട്ടന്റെ അമ്മയും സുരേഷ് ചേട്ടന്റെ അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം ചെന്നു. അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് ഒന്ന് കണ്ണടിച്ചു കാണിച്ചു. പാവം ഞാൻ ചെറിയ കുട്ടിയായിരുന്നല്ലോ, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാന് തിരിച്ചും ഞാൻ 2 കണ്ണടിച്ചു കാണിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസവും ഞാൻ പാല് കൊടുക്കാൻ പോയപ്പോൾ ചേട്ടൻ എനിക്കൊരു കാർബറൈസ് തന്നു. ആ കാർബറൈസ് തന്നപ്പോ ഞാന് ഒരു നല്ലൊരു പുഞ്ചിരി ചേട്ടന് സമ്മാനിച്ചു. അങ്ങനെ ഞാൻ പിറ്റേന്ന് തിരിച്ചു വന്നു. 3ാമത്തെ ദിവസം പോയപ്പോ ചേട്ടൻ എന്നെ അകത്തേക്ക് വിളിച്ചു. അപ്പോ ഞാന് പതുക്കെ കാലെടുത്ത് അകത്തേക്ക് വെച്ചു. ബാക്കി ഭാഗം പറയാൻ ഞാൻ നമ്മുടെ കവിതാമ്മനെ വിളിക്കുകയാണ്. ആരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഹലോ, ആരെയാ വിളിച്ചത്? ഹേമരജനി പ്രകാശ് ഇവരൊക്കെ പറഞ്ഞതാണോ എനിക്കറിയില്ല. അല്ല, പേര് കേട്ടില്ല. ഹേമരജനി പ്രകാശ്. ജസ്മി വനിതാ മാമിനെ വിളിച്ചോളൂ. ഹേമരഞ്ജനി മാം കഴിഞ്ഞു. എന്നാ ജസ്നി മാം. ഹലോ. കേൾക്കാം. പേര് നമ്മുടെ ജിഷ എം. പോസിറ്റീവ് കമ്മ്യൂണിലെ ജിഷ മാം ഇല്ലേ? ജിഷ ഇല്ലാന്ന് തോന്നുന്നു. ഇതിലുണ്ട്, പേര് കാണുന്നുണ്ട്. ഈശ്വര, ഞാൻ ആരെ വിളിക്കും? ജസ്മി മാഡം പറഞ്ഞില്ലല്ലോ, പറയട്ടെ. വിളിക്കൂ മാം. ജസ്മി മാഡം പറഞ്ഞോ? ജസ്മി ഹാരിസ്. ജസ്മി ഹാരിസ് പറയൂ. വാര്യരെ കുട്ടി മിണ്ടണില്ല. കുട്ടി ആലോചിക്കുകയാണ്. ബാക്കി ഇപ്പൊ ഞാൻ തന്നെ പറയേണ്ടി വരുമോ? ഇതിൽ പറയാനൊന്നുമില്ല കേട്ടോ. പോസിറ്റീവായി കൊണ്ടുപോകൂ. അല്ലാത്ത സുരേഷിനെയൊക്കെ വിളിച്ചിട്ട് വന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നിർത്താം, പിന്നെ പ്രശ്നമല്ലല്ലോ. അപ്പൊ അകത്തേക്ക് ചെന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു നിർത്താം. അകത്തേക്ക് സുരേഷ് വിളിച്ചപ്പോ അകത്തേക്ക് ചെന്നു. അപ്പൊ ശശി തങ്കത്തിനോട് പറഞ്ഞു, മതി, നിർത്ത്. ഇനി ഞാൻ കേട്ടാല് എനിക്ക് ചിലപ്പോ എന്റെ കൺട്രോള് പോയി പോവും. ഞാന് കുറച്ച് ഫോർവേഡാന്ന് പറഞ്ഞതൊക്കെ എനിക്ക് മാറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാല് മതി, നിർത്തിക്കുക. അപ്പൊ പറഞ്ഞു, ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു തങ്കം. എങ്കിൽ നീ ഒന്ന് പറഞ്ഞു തൊലക്കിന്ന് പറഞ്ഞ് ശശിയുടെ മുഖഭാവമൊക്കെ മാറാൻ തുടങ്ങി. അപ്പം സുരേഷ് അവളെ കൂട്ടിക്കൊണ്ട് പോയത് കിച്ചണിലേക്കായിരുന്നു. അപ്പൊ അവിടെ ഇഷ്ടംപോലെ പാത്രം കഴുകാണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് കഴുകി വെക്കോന്ന് സുരേഷ് ചോദിച്ചു. ഇനി ഞാൻ ബാറ്റൺ കൈമാറി. പിങ്ക് പോസിറ്റീവാ. ഭയങ്കര ടിസ്റ്റായി പോയിട്ടോ. ഇത് സെക്കൻഡ് ആയിട്ടാണോ എന്ന് പ്രതീക്ഷിച്ചത്. പറഞ്ഞോളൂ. മാഡം ഞാൻ പറയട്ടെ.
അപ്പൊ കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തങ്കം പറഞ്ഞു അയ്യടെ ചേട്ടാ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഓൾ ഓടി വീട്ടിലേക്ക് പോയി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ശശിയും തങ്കവും കുറെ ചിരിച്ചു. അത് കേട്ട് അങ്ങനെ അവർ കിടന്നു. രാവിലെ തങ്കം നല്ല സുന്ദരിയായി വന്ന് ശശിയെ വിളിച്ചു നിർത്തുന്നു. ചായ എടുത്ത് വന്ന് വിളിച്ചു നിർത്തും. അവസാനം കഥയുടെ ലാസ്റ്റ് ഞാൻ കേട്ടില്ല കേട്ടോ. ജസ്റ്റ് മാഡം പറഞ്ഞത് കേട്ടില്ല. ഇല്ല. രാവിലെ തങ്കം നല്ല സുന്ദരിയായി വന്നു, കുളിച്ച് എന്തോരെല്ലാം ഇട്ട് വന്ന് ചായ എടുത്തിട്ട് ശശിനെ വിളിക്കുന്നു. അപ്പൊ ഇവരുടെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു. ഓ സെക്കൻഡ് ഡേ ആണ് ഇനി നിങ്ങൾ പറയേണ്ടത്. അന്ന് പാത്രം കഴുകാൻ വേണ്ടി കൊടുത്തില്ലേ? അപ്പൊ പാത്രമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴുകി പിന്നെ ഒക്കെ റെഡിയാക്കി നല്ല സെറ്റാക്കി വെച്ചു. അപ്പൊ സുരേഷ് വിചാരിച്ചു ഇവിടെ ഒരു നമ്മള് കല്യാണം കഴിച്ചാല് നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയായിട്ടും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടും നോക്കും എന്ന് അവന് മനസ്സിൽ കരുതി. അപ്പോഴേക്കും അമ്മ വന്നു. അപ്പൊ അമ്മ വന്നപ്പോഴേ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഇവര് സെറ്റായി വീണ്ടും ഡേറ്റ് തീരുമാനിക്കുന്നു. പിന്നെ ആളുകളൊക്കെ വിളിക്കുന്നു. അങ്ങനെ ഇവര് കല്യാണം കഴിക്കുന്നു. ഓക്കെ. രജിസ്ട്രാർ ഇപ്പൊ 2 കഥയായല്ലേ? കല്യാണം കഴിഞ്ഞില്ലേ ഇത്? ആദ്യം കഴിഞ്ഞ് സെക്കൻഡ് നൈറ്റിലാണല്ലേ നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചത്? നിങ്ങള് മാറിപ്പോയല്ലോ, ശശി എന്നുള്ള സുരേഷ് ആയി പോയോ? എന്നാ അല്ല, അഡ്വക്കേറ്റിനെ നമുക്ക് ഇതിലുള്ളത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, തീരുമാനമാക്കി തരും. കഥ ഞാൻ വേണമെങ്കിൽ അവസാനിപ്പിച്ചു തരാം കേട്ടോ. സുരേഷ് മാറിപ്പോയി. അല്ല, മൂന്നാമത് നോക്കുന്നുണ്ടെങ്കിൽ എന്താ ഉസ്മാൻജി എന്താ പറയണ? മൂന്നാമത് നോക്കുന്നത് അഫ്സലാം, വേറെ ആരെങ്കിലും ഒന്ന് സെലക്ട് കൊടുക്കുക, ഹാൻഡ് ഓവർ ചെയ്യൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പറയട്ടെ, ഷൈനി മാത്യു. ഷൈനി മാത്യു. അപ്പൊ ആദ്യത്തെ കഥയുടെ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഇതെനിക്ക് വേറെ ഓക്കെ. ശശിയും തങ്കം പുറത്തു വന്നു. ചായയൊക്കെ തിളപ്പിച്ച് ശശിയുടെ അടുത്ത് പോയി കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഈ 3 സഹോദരിമാർ പുറത്തു നിന്ന് അടക്കം പറയുന്നത് ഇവൾ ശ്രദ്ധിച്ചു. അവിടെ ഇവിടെയായിട്ട് നിന്ന് എന്തൊക്കെയോ കുശുമ്പും കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചു. തങ്കം ഇനി പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവര് വേണ്ടാത്ത കമന്റുകളും അവൾ ഇട്ടിരിക്കുന്ന സ്വർണത്തെയും ഡ്രസ്സിനെയും ഒക്കെ നോക്കി ചില നെഗറ്റീവ് കമന്റുകളൊക്കെ പാസ്സാക്കി. ഇത് കണ്ട് സങ്കടപ്പെട്ട് തങ്കം വീണ്ടും റൂമിലേക്ക് ഓടി. ശശിയുടെ അടുത്തേക്ക് തന്റെ വിഷമങ്ങളും ആദ്യത്തെ ദിവസം ഉണ്ടായ ഈ ദുരനുഭവം പറയാൻ വേണ്ടിയിട്ട് ശശിയുടെ അടുത്തേക്ക് ഓടി. ബാക്കി ഞാന് ഗീതാബായി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഗീതാബായി മാം ഉണ്ടോ? ബേബി സാർ. മാഡം ലൈവായിട്ട് ഇപ്പൊ കുറെ പേര് നിൽക്കുന്നുണ്ട്. ക്യാമറ ഓക്കെ മാം, മാം കണ്ടിന്യൂ ചെയ്തു. തങ്കത്തിന്റെ അടുത്ത് ശശി പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്.
എൻ്റെ സ്വർണമോ പണമോ ഒന്നുമല്ല. മറ്റുള്ളവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനുണ്ട് നിനക്ക്, അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അടുത്തത് കൈമാറുന്നു അടുത്ത ആൾക്ക്. ആർക്കാ മടം കൊടുക്കുന്ന? നിമ ബാബു. ലൈവായുള്ളവരെ വേണേ, ലൈവായിട്ടുള്ളവരെ കൊടുക്കണേ. കൊടുത്തോളൂ. നമ്മുടെ ഫോണില് ഒരുപാട് പേര് ആക്റ്റീവായി ഇരിക്കുന്നുണ്ട്. ആക്റ്റീവായി ഇരിക്കുന്ന ലാഗ് അടിക്കില്ല. ആക്റ്റീവായി ഇരിക്കുന്നവരെ, ആക്റ്റീവായിട്ട് ക്യാമറയിൽ ഇരിക്കുന്നവരെ വിളിക്കും. രമ്യ കൃഷ്ണ പറഞ്ഞാണ്. രമ്യ പറഞ്ഞതാണോ? ബേബി സാർ ആക്റ്റീവ് ആണ്. ബേബി സാർ പറഞ്ഞല്ലോ. ഓക്കെ. അപ്പോ പിന്നെ തങ്കമ്മയും പിന്നെ രണ്ടുപേരും ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു വിഷമം പെങ്ങന്മാരെ കുറിച്ച്. പക്ഷെ എൻ്റെ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെങ്ങന്മാർ എന്തുകൊണ്ടാണ് അവരുടെ വീട്ടിൽ പോകാത്തത്? കല്യാണം കഴിഞ്ഞ് ഇത്ര ആയി കഴിഞ്ഞപ്പോൾ അവർ നേരെ വീട്ടിൽ പോകണ്ടല്ലേ? അവർക്ക് കെട്ടിയനും കുടുംബം മക്കളും ഒക്കെ ഇല്ലേ? അവരല്ലേ ആദ്യം കല്യാണം കഴിച്ചത്. കുഴപ്പമില്ല, അത് എൻ്റെ കമന്റ് മാത്രമാണ്. അങ്ങനെ ആശ്വസിപ്പിച്ചപ്പോൾ തങ്കമ്മയ്ക്ക് സമാധാനമായി. നീ അതൊന്നും കാര്യമാക്കണ്ട, അവർ ഇന്നലെ നാളെ വൈകുന്നേരത്ത് ഓടി പിന്നെ അളിയും വന്ന് കൊണ്ടുപോയിക്കൊള്ളും, നീ പേടിക്കണ്ട, അത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശിവാനി എന്നുള്ള പേരല്ല, തങ്കമ്മയാണ്. തങ്കമ്മയ്ക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ആ ഒരു ആശ്വാസത്തിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പെങ്ങന്മാരൊക്കെ പോകുമെന്നുള്ള വിശ്വാസത്തിൽ തങ്കമ്മയും കഴിയുന്നു. ഞാൻ മൈക്ക് രാധാകൃഷ്ണൻ സാറിനെ ഏൽപ്പിക്കുന്നു. സോറി, സാറ് ഇല്ല, സാറിനെ കാണുന്നില്ല. ശിവദാസ് സാറിനെ ഏൽപ്പിക്കുന്നു. സ്മിത മനോജിനെ ഏൽപ്പിക്കാം. സ്മിത മാർത്തിനെ ഏൽപ്പിക്കുന്നു. ഓക്കെ, സ്മിത മനോജ്, താങ്ക് യു. അങ്ങനെ ഇപ്പൊ നമ്മള് സെക്കൻഡ് ഡേയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോ പെങ്ങന്മാരൊക്കെ വൈകുന്നേരം പോവും ഒക്കെ പറഞ്ഞ് ആ സമാധാനത്തില് ഉച്ചക്ക് അവള് കിച്ചണിലൊക്കെ കയറി സഹായിക്കാൻ വേണ്ടി പോയി. പക്ഷെ അവളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡും രീതികളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ അവിടെയും അവൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. കാരണം ആദ്യം തന്നെ അവര് ചോറ് എന്താ പറയാ വാർക്കാന്ന് പറയും, അതായത് അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ തന്നെ കൈ ഒന്ന് വരച്ചപ്പോ ചേച്ചിമാര് ചോദിച്ചു, എന്താ നീ ഇതൊന്നും ചെയ്തില്ലേ നേരത്തെ എന്ന് ചോദിച്ചു. അതും അവർക്ക് വിഷമായി. ലേറ്റ് ആയിട്ട് മാരേജ് ചെയ്തതാണ്, ഇനിയിപ്പോ ഇങ്ങനെ എന്തൊക്കെ ഞാൻ കാണേണ്ടി വരുന്നുള്ള വിഷമത്തിലായിരുന്നു ആള് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നത്. വീണ്ടും അവള് പോയി ശശിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ ശശി പറഞ്ഞു, ഇതൊക്കെ വിവാഹ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്നതാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു ഇതായിട്ട് നീ മിങ്കിളായി പോവും, നീ വേറൊരു വീട്ടിൽ നിന്ന് ഇവിടെ വന്നതല്ലേ, ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ പരിഗണിക്കും, ആ ധൈര്യത്തിൽ നീ മുന്നോട്ട് പോ, ആദ്യമായിട്ട് വന്നതിന്റെ ആ ഒരു വിഷമം മാത്രമാണ്, അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, അപ്പൊ അങ്ങനെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിൽ അവള് വീണ്ടും എല്ലാവരോടും ചിരിച്ച് സമാധാനത്തില് ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്തു. ചേച്ചിമാരെ മുഖം മോശമാക്കി കാണിക്കുന്നുണ്ടെങ്കിലും അവള് ശശിയുടെ പിന്തുണയില് അവളെല്ലാം അന്നത്തെ ദിവസം ചായ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരുടെ മുമ്പിലും ചിരിച്ചു കളിച്ച് നടന്ന് ശശിയെ സന്തോഷിപ്പിച്ചു, ആ കുടുംബത്തിനെ സന്തോഷിപ്പിച്ചു. ഇനി ഞാൻ ഇത് ഷില മോഹൻ മാമിനെ കൊടുക്കുന്നു. പറയണം. ഹലോ, കേൾക്കാമോ സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പം ഈ ശശിയെ സംബന്ധിച്ചിടത്തോളം ശശിക്ക് അതിലൊരു പെങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. മറ്റ് രണ്ട് പെങ്ങന്മാരിലും കൂടുതലായിട്ട് ഒരു സ്നേഹം ഒരു പെങ്ങളോട് ഉണ്ടായിരുന്നു. അപ്പം പെങ്ങളോട് ശശി കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചു, അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. അന്നേരം പെങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യുക, നമ്മൾ കല്യാണം കഴിഞ്ഞതൊക്കെ ഉള്ളൂ, അപ്പം നമുക്ക് ബന്ധുവീട്ടിൽ അത്യാവശ്യം പോകേണ്ടിടത്തൊക്കെ ഒന്ന് പോകാം എന്ന് പറഞ്ഞ് ഭാര്യയും കൂട്ടി ശശി ബന്ധുവീടുകളിലേക്ക് പോവുകയാണ്. ബാക്കി
ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ? ഹലോ, എന്നെ നേരത്തെ വിളിച്ചു ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ പറയട്ടെ ബാക്കി. ഞാൻ പറഞ്ഞോളൂ കുറച്ചുകൂടെ പറഞ്ഞോളൂ. ഓ ഓക്കെ. അപ്പോ ശശി തരൂരും നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ 3 പെങ്ങന്മാരുണ്ടല്ലോ, അവർക്ക് നല്ല അസൂയുണ്ട്, കുശുമ്പുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതിൽ ഒരു പെങ്ങള് പറഞ്ഞു, നമ്മൾ നല്ലൊരു നിലയ്ക്ക് നിന്നിട്ട് അവളുടെ അടുത്ത് നിന്ന് സ്വർണവും പണവും അടിച്ചു മാറ്റുകയാണ് വേണ്ടത്, അല്ലാതെ അവളെ പിണക്കല്ല വേണ്ടത്. അപ്പൊ ഇത് എല്ലാവർക്കും സ്വീകാര്യമായി. അങ്ങനെ അവര് അടുത്തുകൂടി അവളോട് കൊച്ചു വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. അവളെ ഓരോ കാര്യങ്ങള്, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അങ്ങനെ സോപ്പിട്ട് അവളോട് കുറച്ച് പൈസയൊക്കെ കടം ചോദിക്കുകയാണ്. പൈസ കടം ചോദിച്ചപ്പം അവള് പറഞ്ഞു, എനിക്ക് ശശിയേട്ടനോട് ചോദിക്കണം, അല്ലാതെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും വേണ്ട, ശശിയേട്ടൻ അറിയണ്ട, ശശിയേട്ടൻ അറിയാതെ തന്നാ മതി, ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാമെന്ന്. അങ്ങനെ അവള് കുറച്ച് പണം എടുത്തിട്ട് അവർക്ക് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം മറ്റേ ഒരു പെങ്ങൾ പറഞ്ഞു, എനിക്ക് അത്ര ഒരു അത്യാവശ്യമുണ്ട്, നിന്റെ ഒരു വള പണയം വെക്കാൻ തന്നാ 2 ദിവസത്തിനകം എടുത്തു തരാന്ന്. അപ്പം 2 ദിവസത്തേക്ക് മാത്രം, ഒന്ന് മറിച്ചിടാനാണ് പൈസ, പിന്നെ അത് എടുത്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ അവള് വളയെ ഒരുക്കി കൊടുത്തു. അങ്ങനെ ക്രമേണ ഓരോന്നായിട്ട് അവളൊന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അപ്പോഴാണ് ശശി ഇത് ശ്രദ്ധിക്കുന്നത്. ശശി ചോദിച്ചു, ഇതൊക്കെ എവിടെ പോയി? നിന്റെ കയ്യിൽ കിടക്കുന്ന വളയൊക്കെ എവിടെ പോയി? നിന്റെ അൽമാരയിൽ വെച്ച പണം എവിടെ പോയി? അപ്പോൾ അവൾ ഓരോ ഒഴിവൊഴിവ് പറയാണ്. കാരണം ഇവരത്രയും സ്നേഹത്തോടെയാണ് അവളെ ഓരോന്ന് പറഞ്ഞിട്ട് ചാക്കിലാക്കുന്നത്. അങ്ങനെ 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 അവളുടെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവനും ഈ പെങ്ങന്മാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ആർക്കാ കൈമാറേണ്ടത്? ഇനി ആരെങ്കിലും സ്വയം പറയാൻ വരുന്നുണ്ടോ? ആരെങ്കിലും പറയാൻ സ്വയം നോട്ടെ. വരുന്നുണ്ടെങ്കിൽ ഹലോ സാർ. പറയൂ. സാറേ, അതിന്റെ ഇടയ്ക്ക് എന്റെ പേര് വിളിച്ചായിരുന്നു, പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ കഥ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. കാരണം ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയിക്കൊണ്ട് പെങ്ങന്മാരൊക്കെ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ വീട്ടിലുള്ളത് തങ്കമ്മയും ശശിയും, ശശിയുടെ അമ്മയാണ് വീട്ടിലുള്ളത്. അങ്ങനെ അന്തരീക്ഷം എല്ലാം വളരെ നല്ല സുഖകരമായി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ തങ്കം ഗർഭിണിയാകുന്നു. അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. വളരെ അതിനിടയിൽ പെങ്ങന്മാരൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷെ ശശി ഒരു ശക്തമായ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചത്. അതല്ലെങ്കിൽ ശശി നല്ലൊരു സ്റ്റാൻഡ് എടുത്തില്ലെങ്കിൽ അവരുടെ ജീവിതം വളരെ പെങ്ങന്മാരെ വാക്ക് കേട്ട് അമ്മയുടെ വാക്ക് കേട്ട് ഇത്തരത്തിൽ ആവുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി പോകുന്നു. പക്ഷെ ശശി കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. അങ്ങനെ അവരുടെ അപ്പോൾ അങ്ങനെ ശശിക്ക് തിരിച്ച് ജോലിക്ക് ഗൾഫിലേക്ക് പോകേണ്ട, അവൾ പ്രവാസിയാണല്ലോ, അപ്പോൾ തിരിച്ചു പോകേണ്ട സമയമാവുന്നു. ശശി തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിൽ ശശിയുടെ ഭാര്യയും ശശിയുടെ അമ്മയുമായി സുഖകരമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ശശി വീണ്ടും അവിടെ പോയി പണം സമ്പാദിച്ച് വീട്ടിലേക്ക് അവർക്ക് ചിലവിനുള്ള പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നു. പിന്നെ ദിവസം ഫോൺ കൂടി സംസാരിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. വളരെ സന്തോഷകരമായ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇനി കൈമാറണം സാറേ. അടുത്തത് ആബിദ മാം, ആബിദ തിരൂർ മാം പറഞ്ഞതാണാ? താങ്ക് യു. ഇപ്പൊ നിങ്ങൾ ശബ്ദം കേട്ടോ അല്ലേ? ഹലോ ഹലോ, ഇപ്പൊ നിങ്ങൾ ശബ്ദം കേട്ടോ? ക്ലോക്ക്. ഹലോ, ഇപ്പൊ നിങ്ങൾ ശബ്ദം കേട്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ വോയിസ് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്. സാറിന്റെ വോയിസ് കേൾക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ഞാൻ എന്താ വെച്ചാൽ ഇവിടെ മഴ തകർത്ത് പെയ്യാണ്. ഞാൻ 3-4 വട്ടം ഞാൻ ലെഫ്റ്റ് ആയി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഇപ്പൊ നിങ്ങളൊരു റിംഗ് ടോൺ കേട്ട് കാണും അല്ലേ? ശബ്ദം കേട്ടോ?
ഇത്തിരി നേരത്തെ കേട്ടു. കേട്ടോ? ഇത് മറ്റൊന്നുമല്ല, ശശിയുടെ ഫോണിലെ കോളിംഗ് ബെല്ല് അടിച്ചതാണ്. മീൻസ് കോളിംഗ് ബെല്ല് റിംഗ് ടോൺ അടിച്ചതാണ്. നേരം പുലർന്നു. ഏകദേശം ഒരു ഞായറാഴ്ച ആയ കാരണം 7:59 ശശി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. ശശി മനോഹരമായ ഒരു സ്വപ്നത്തിലൂടെയാണ് കടന്നുപോയത്. ഇപ്പൊ നിങ്ങൾ കേട്ടത് ശശിയുടെ ഫോണിലെ രാവിലത്തെ അലാറായിരുന്നു ഇപ്പൊ നിങ്ങൾ കേട്ടത്. അപ്പൊ ഈ അലാറം അടയ്ക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളെല്ലാരും കേട്ടത്. ആക്ച്വലി ഒരു സ്പീച്ച് എന്ന് വെച്ചാൽ ജസ്മി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ മഴ പുറത്ത് തകർത്ത് പെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ഞാൻ 3-4 വട്ടം ഞാൻ ലീവായിക്കൊണ്ടിരുന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ലൈവായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ആക്ച്വലി പല സ്പീച്ചും ഇങ്ങനെയാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പം കൈവിട്ട് പോകും. പലതും പല രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. ജേഷ് സാറേ, നമ്മൾ പറയാൻ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ആവില്ല പ്രസന്റ് ചെയ്യുക. അത് ചിലപ്പം ആളുകൾ ഓഡിയൻസ് ഏറ്റെടുക്കും നമ്മളെ കാര്യങ്ങൾ, പിന്നെ അവർ കൊണ്ടുപോകും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു സ്പീച്ച് തുടങ്ങാൻ നമുക്ക് ഏറ്റവും നല്ലത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ ചോദ്യം കയ്യിൽ നിന്ന് പോകും, ഫസ്റ്റിൽ തന്നെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. ഞാനിപ്പോൾ ഈ ഫ്ലോറിൽ വന്നപ്പോൾ രാവിലെ ആദ്യം ചോദിച്ചത് നിങ്ങളെല്ലാം ഹാപ്പിയാണോ, ഹാപ്പി ഉള്ളവരൊന്നും കൈവീശി കാണിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൈവീശി കാണിക്കുമെന്നുള്ളത്. ഉദ്ദേശം മനസ്സിലായോ? അതേസമയം ഞാൻ വന്ന് ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ നിങ്ങൾ എന്താണ് കഴിച്ചത്? അപ്പൊ ചിലർ പുട്ടായിരിക്കാം, ദോശയായിരിക്കാം, ഇടിയപ്പായിരിക്കാം, ഇഡലിയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. അപ്പൊ ആളുകളുടെ കൺഫ്യൂഷൻ വരും, എന്ത് പറയാൻ പറ്റില്ല എന്ത് പറയണം എന്നുള്ളത്. അപ്പൊ എപ്പോഴും നല്ലത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് തുടങ്ങാം, ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് മാത്രം തുടങ്ങാം. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളെ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ, എനിക്ക് നല്ല അൺസ്റ്റേബിളാണ് കാണിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, എനിക്ക് ഭയങ്കര നെറ്റ്വർക്ക് കാണിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചു. റൈറ്റ്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ തുടക്കത്തിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചോദ്യം ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കണം, ആളുകൾക്ക് ആൻസർ ചെയ്യാൻ ഉതകുന്ന രീതിയിലായിരിക്കണം. അതല്ലാതെ വലിച്ചു നീട്ടിയ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ റെസ്പോണ്ട് ചെയ്യില്ല, നമ്മളെ കയ്യിൽ നിന്ന് പോകും. സിമ്പിൾ ആയിട്ട് കൊടുക്കുക, അവർ കണക്ട് ചെയ്താൽ പിന്നെ നമുക്ക് ആ കണക്ഷന് മുകളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ആ രീതിയിൽ എസ് ഓർണ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും എളുപ്പം. പിന്നെ നമ്മുടെ ഒരു കഴിവൊക്കെ അനുസരിച്ച് നമുക്ക് ചെറിയ ക്രിയേറ്റിവിറ്റി വരുത്താം. എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഹുക്ക് ഇടുക എന്ന് നമ്മൾ ചെയ്യുന്നത്. ആ ഹുക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മുന്നോട്ട് കൊണ്ടുപോയി ഈസി ആയിരിക്കും. അതോടൊപ്പം തന്നെ അടുത്തൊരു നമ്മൾ പഠിക്കുന്നൊരു ശ്രീജിത്ത് സാറേ, എന്ത് പറ്റി? റീഡിങ്. അതായത് ഇപ്പൊ നിങ്ങൾ സ്റ്റേബിൾ അല്ല. അമ്പിളി മാം, എന്താ പറ്റിയേ? കേൾക്കാം. സ്റ്റേബിൾ അല്ല, അവിടെ മഴയായ കാരണം കൊണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, കണ്ടിന്യൂ. ഹലോ, കണ്ടിന്യൂ സർ, കേൾക്കാം. ഓക്കെ. യെസ്, നെറ്റ് കട്ടായി. ഞാൻ മറ്റൊരു ഡിവൈസിനാണ് കയറിയിട്ടുള്ളത്, ഫോണിൽ നിന്നാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുമ്പോഴാണ് ഒരു ട്രെയിനിങ് ആയിട്ട് ഒരു സ്പീച്ച് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഫലവത്ത് ആവുന്നത്. അത് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുമ്പോൾ യെസ് ഓർ നോ ടൈപ്പ് ആൻസർ പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതല്ലാണ്ട് വലിയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ആ സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ആ ടൈപ്പ് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ കാലഘട്ടത്തിൽ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. മീൻസ് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഉച്ചത്തിൽ വായിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവും നമുക്കല്ലേ, ഉറക്കനെ വായിക്കുക. ആ ഒരു ഉച്ചത്തിലുള്ള വായന നമ്മുടെ സ്പീച്ചിനെ എപ്പോഴും ഫലവത്തലാക്കാൻ നമുക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ സഹായിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് ഉച്ചത്തിൽ വായിക്കുക. ഉച്ചത്തിൽ വായിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്ന് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യും, ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ലെവൽ വരും. അതോടൊപ്പം തന്നെ അക്ഷരങ്ങൾ വളരെ കൃത്യമായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ലൗഡ് റീഡിങ് ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, ലൗഡ്ലി ഉച്ചത്തിൽ വായിക്കുക. ഉച്ചത്തിൽ വായിക്കുന്ന ശീലം ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കാൻ ഉച്ചത്തിൽ വായിക്കുക. മറ്റുള്ളവർ എന്ത് കരുതുന്നതൊക്കെ നമ്മളെ മെയിൻ പ്രശ്നം, അതൊന്നും നമ്മൾ വിൻസെന്റ് മൈൻഡ് ചെയ്യണ്ട. ഒരു കാര്യം ഉച്ചത്തിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഉച്ചത്തിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ
വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് മൊത്തത്തില് എല്ലാവരെ കൊണ്ടും ഒന്ന് ഉറക്കനെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ഓൺലൈൻ ആകുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇവിടെ മഴ തകർത്ത് പെയ്യുന്നുണ്ട്. അതിലിടയ്ക്ക് ഞാൻ ഇപ്പൊ 2 ഡിവൈസാണ് ഞാൻ കയറിയിട്ടുള്ളത്. എനിക്കറിയാം ഓൾറെഡി ചിലപ്പോൾ ഞാൻ കട്ടാവും. അപ്പൊ ലാപ്പിൽ നിന്നും ജോയിൻ ചെയ്തു, വേറൊരു ഡിവൈസ് ഫോണിൽ നിന്നും ജോയിൻ ചെയ്തു. ഞാൻ ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ ഫോണിലൂടെയുള്ള ശബ്ദമാണ് എന്റെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഏതായാലും എല്ലാവരും നല്ല വളരെ ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുത്തു. ഓരോരുത്തരുടെ കഥയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ ക്രിയേറ്റിവിറ്റിയിൽ കൊണ്ടുപോയതല്ലേ, അതൊക്കെ ഓരോരുത്തരെ വളരെ കഴിവിനനുസരിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഓരോരുത്തരുടെ കഥകൾ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു പലരും ജീവിതാനുഭവങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. വള ഊരി കൊടുക്കലും എന്തൊക്കെ പുകിലായിരുന്നു. പല ജീവിതാനുഭവങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ട് പലരും പോയി എന്നാണ് എനിക്ക് കരുതുന്നത്. ഓക്കെ, ഏതായാലും വളരെ എഫക്റ്റീവ് ആയിരുന്നു. വളരെ എല്ലാവരും നല്ല പാർട്ടിസിപ്പേഷൻ, അടിപൊളിയായിരുന്നു, എക്സലന്റ്. ഇനി ഇതിന്റെ നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിൽ നമ്മൾ അടുത്ത ഫ്ലോറിലായിരിക്കും ഇതിന്റെ പാർട്ട് 5 ഉണ്ടായിരിക്കുക. പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഞാനിപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഓൾറെഡി ഇപ്പൊ ഒരു ഈ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു വർക്ക്ഷോപ്പ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഗ്രൂപ്പിന്റെ ഐഡി ഞാൻ ലിങ്ക് ഞാൻ ഈ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാന്നുള്ളത് കേൾവിക്കാരനായിട്ടോ അല്ല കാണികളായിട്ടോ അല്ല, നമുക്ക് ആവശ്യമായ വർക്ക്ഷോപ്പാണ്, പങ്കെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് അധ്വാനിക്കണം, റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അവിടെ നമുക്ക് കേൾവിക്കാർ ആവശ്യമില്ല. ഓക്കെ, റൈറ്റ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഓവർ ടു ടുഡേസ് ചെയർപേഴ്സൺ അംബ്ലി മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. എല്ലായ്പ്പോഴും എന്ന പോലെ ബിയോണ്ട് ദ വേർഡ്സ് ബ്രില്യൻ്റ് ആയി കൊണ്ടുപോയ ഒരു സെഷൻ ആയിരുന്നു. സ്റ്റോറിയൊക്കെ എല്ലാവരെയും കൊണ്ടും പറയിച്ച് അവരെ എൻജോയ് ചെയ്ത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ അത് മനോഹരമായിട്ട് പറഞ്ഞു. സ്പെക്ടക്കുലർ തോട്ട്, എക്സലന്റ് സെഷൻ. താങ്ക് യു സർ. നെക്സ്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് ഓപ്പൺ ഫോറം. സാർ നല്ലതായിട്ട് കൊണ്ടുപോയി, എല്ലാവരും സംസാരിച്ചു, എല്ലാവരും